എല്ലാവർക്കും JP ടോക്സിലേക്ക് സ്വാഗതം. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. കാനഡയിലെ കാനനാസ്കസിൽ വെച്ച് നടന്ന G7 മീറ്റിംഗിൽ വെച്ചെടുത്ത ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഇത്. ഇതിന്റെ യാഥാർത്ഥ്യം വ്യക്തമായി അറിയുന്നതിനു വേണ്ടി വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ജൂൺ 15 മുതൽ 17 വരെയാണ് 2025 G7 സമ്മിറ്റ് കാനഡയിലെ കാനനാസ്കസിൽ വെച്ച് നടന്നത്. ആ സമ്മിറ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയില്ല എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ. ക്ഷണിച്ചാലും താമസിച്ച് ക്ഷണം വന്നു എന്ന കാരണത്താൽ മോദി അത് നിരസിക്കും എന്നും ഇന്ത്യയിലെ ഗോദി മീഡിയകൾ വാർത്തകൾ കൊടുത്തിരുന്നു. എന്നാൽ ആ സമ്മിറ്റ് നടക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുൻപാണ് അവസാനം മോദിയെ ക്ഷണിക്കാം എന്നുള്ള തീരുമാനം കാനഡ എടുക്കുകയും ക്ഷണിക്കുകയും ചെയ്തത്. എന്നാൽ എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തതിന് വിപരീതമായി മോദി അവസാന നിമിഷം വന്ന ആ ക്ഷണം സ്വീകരിക്കുകയും 16-ാം തീയതി കാനഡയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ 16-ാം തീയതി വൈകിട്ട് എടുത്ത ചിത്രമാണ് ഇത്. ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് പല ആളുകളും ചോദിച്ചത് എവിടെയാണ് നരേന്ദ്രമോദി എന്നാണ്. ഗോദി മീഡിയകളുടെ ഏറ്റവും മൂർത്ത രൂപമായ ANAയും ഈ ചിത്രം പങ്കുവച്ചിരുന്നു. ഇത് ANA കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഒരാൾ പങ്കുവച്ച ചിത്രമാണ്. അതിൽ ANA ചോദിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു, മോദിയെ G7ലേക്ക് ക്ഷണിച്ചിരുന്നു, പക്ഷേ സ്റ്റേജിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ചോദ്യം ചോദിക്കുന്നതായി. വളരെയേറെ ആളുകൾ ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് മോദിയെ അവർ ഈ ചിത്രത്തിൽ നിൽക്കാൻ സമ്മതിച്ചില്ല, ഒഴിവാക്കി എന്നാണ്. ഇവിടെ ഒരാൾ പങ്കുവച്ച മുകളിലും താഴെയുമുള്ള ചിത്രങ്ങൾ കണ്ടോ? മുകളിലത്തെ ചിത്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു G7ൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടേക്ക് വരുന്ന മൻമോഹൻ സിംഗിന്റെ നേരെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ താല്പര്യത്തോടെ നോക്കുന്നതും അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നതും പറഞ്ഞുകൊണ്ടാണ്. അത് വളരെ സത്യവുമാണ്. ലോകത്തെ എല്ലാ നേതാക്കളും മൻമോഹൻ സിംഗിന് വളരെ ഉയർന്ന നിലയിൽ ആയിരുന്നു ബഹുമാനം നൽകിക്കൊണ്ടിരുന്നത്. ഒബാമ പലവട്ടം പറഞ്ഞിരുന്നത് മൻമോഹൻ സിംഗിനെ പോലെ ഇത്ര മികച്ച ഒരു വ്യക്തിത്വത്തെയും മികച്ച ഒരു ധനകാര്യ വിദഗ്ധനെയും തന്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയിട്ടില്ല എന്നാണ്. താഴത്തെ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നു മോദി സ്റ്റേജിൽ പോലും ഇല്ല എന്ന്. ഇവിടെ മറ്റൊരാൾ ഇതിന്റെ ഇടയിൽ മോദിയെ ഫോട്ടോഷോപ്പ് ചെയ്ത് കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഹേറ്റേഴ്സ് പറയും ഇതൊരു ഫോട്ടോഷോപ്പ് പിക്ചറാണ് എന്ന്. ഇവിടെ മറ്റൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് മോദിജി ഒരു ക്യാമറാമാനായി മുന്നിൽ നിന്ന് നയിക്കുകയാണ് എന്നാണ്. ഇങ്ങനെ വളരെയേറെ പേരാണ് മോദി ഇതിൽ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഈ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ നിമോ യാദവ് ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് എഴുതിയത്, ഒരു ഹാർഡ് കോർ BJP ഭക്തനായ സുഹൃത്ത് ഈ പിക്ചർ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മോദിക്ക് തൻ്റെ പ്രഭ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഫോറിൻ റിലേഷൻസിനെ നശിപ്പിച്ചിരിക്കുകയാണ്. G7 പരിപൂർണ പരാജയവും ലോക ലെവലിൽ വലിയ നാണക്കേടുമാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വേറെ ഒരാൾ ആ കോണിൽ മോദിയുടെ ചിത്രം മോർഫ് ചെയ്ത് വെച്ചുകൊണ്ട് മോദി ഇല്ല എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡയാണ്, മോദിയാണ് സെൽഫി എടുത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു വ്യക്തി എഡിറ്റ് ചെയ്ത് പങ്കുവച്ച ചിത്രമാണ് ഇത്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം മോദിയുടെ തെറ്റുകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ആളുകളെ ശരി ഏതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് കൂടി മാത്രമാണ്. ജനങ്ങളെ വിവരമുള്ളവരും അറിവുള്ളവരും ശരിയായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരുമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ ലക്ഷ്യം തന്നെ. അതിനാൽ മോദിയുടെ പരാജയങ്ങളും തെറ്റുകളും കഴിവില്ലായ്മയും ചൂണ്ടിക്കാണിക്കുമ്പോഴും സത്യം പറയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റുള്ള ആളുകളുടെ തെറ്റായ പ്രൊപ്പഗാൻഡയിൽ വീഴാതെ BJP IT സെല്ലിന്റെ എതിരുള്ള മറ്റൊരു ഫേക്ക് IT സെൽ ആയി മാറാതെ സത്യം പറയുന്ന ചാനൽ ആകണം. അതുവഴി ജനങ്ങളെ നല്ലവരാക്കി കൊണ്ടുവരണം. ഇവിടെ ഈ ചിത്രത്തിൽ ഉള്ളത് 9 പേരാണ്. G7ൽ 7 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇവിടെ 9 പേർ ഉള്ളപ്പോൾ മറ്റ് 2 പേർ G7 മെമ്പേഴ്സ് അല്ലായിരിക്കും എന്നാണ്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരും ഉണ്ട് എന്ന് ഉറപ്പാണ്. കാരണം സത്യം മാത്രം പറയുന്ന ചില ആളുകളും ഈ പ്രൊപ്പഗാൻഡയിൽ വീണിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന 9 പേരിൽ വശങ്ങളിൽ നിൽക്കുന്ന 2 പേർ ഒഴികെയുള്ള 7 പേർ G7 അംഗരാജ്യങ്ങളുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇരുവശങ്ങളിലുമുള്ള 2 പേരൊഴികെ ഇടതുനിന്നും വലത്തേക്ക് പോകുമ്പോൾ നിൽക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ, ജർമ്മൻ ചാൻസലർ ഫ്രൈഡ്രിച്ച് മേഴ്സ് എന്നിവരാണ്. ഇരുവശങ്ങളിൽ നിൽക്കുന്ന മറ്റ് 2 പേർ
ഇടതുവശത്ത് നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയ കോസ്റ്റയും വലതുവശത്ത് നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസല വാണ്ടർലൈനും ആണ്. അവരും കൂടി ചേർന്നതാണ് പൂർണ്ണമായ G7. അതായത് ഈ ചിത്രത്തിലുള്ളവർ G7-ലെ അംഗങ്ങൾ മാത്രമാണ്, അല്ലാതെ ക്ഷണിക്കപ്പെട്ട മറ്റു രാജ്യങ്ങളുടെ ആളുകൾ കൂടി ചേർന്ന ചിത്രമല്ല ഇത്. അതിനാൽ മോദി ഈ ചിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായും ഫേക്കായ കാര്യമാണ്. പലരും ഇത് അറിയാതെ പങ്കുവച്ചവരും മറ്റുള്ളവർ അവരുടെ പ്രപ്പഗാന്തയുടെ ഭാഗമായി പങ്കുവച്ചവരും ആണ്. അവരിൽ ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മോദിയുടെ കാരണത്താൽ ഇന്ത്യക്ക് ലോകമെങ്ങും വലിയ വിലയിടിവാണ് ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ 11 വർഷത്തെ ഭരണം ലോകത്തിലെങ്ങും ഇന്ത്യയുടെ നിലവാരം കുത്തനെ ഇടിയുന്നതിന് കാരണമായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടെ ഒരാൾ ANAയുടേതാണ് എന്ന് പറഞ്ഞ് പങ്കുവച്ച ഈ സ്ക്രീൻഷോട്ടും ഫേക്കായി ഉണ്ടാക്കിയതാണ്. ആ ചിത്രം ANAയുടേതാണ്, എന്നാൽ മുകളിൽ എഴുതിയിരിക്കുന്നത് അയാൾ തന്നെ സ്വയം എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇനി ഇത് സത്യമാണെങ്കിൽ കൂടി ANA എന്ന് പറയുന്ന മോദി പ്രപ്പഗാന്ത മെഷീൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം മോദിയോട് ചോദിക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർ ഈ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേജിലേക്ക് നടന്നു വരുന്നതും ഈ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും ആയ ദൃശ്യങ്ങളാണ് ഇത്. അതിനാൽ ചാനലുകൾ കാണുമ്പോൾ നിങ്ങൾ ഏത് പക്ഷത്തുള്ള ആളുകൾ ആണെങ്കിലും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ചാനലുകൾ മാത്രമേ കാണാവൂ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. രാജ്യത്തിൻ്റെ യഥാർത്ഥ നന്മയും വികസനവും രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും. മോദിയുടെ മന്ദഭക്തരെ പോലെ നമ്മളുമായി തീർന്നാൽ പിന്നെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കണം. മോദിയുടെ നയങ്ങളോടും പ്രവർത്തനങ്ങളോടും സംസാര രീതിയോടും കഴിവില്ലായ്മയോടും തെറ്റുകളോടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ രാജ്യത്തിന് ചെയ്യുന്ന സേവനമാണ്. അങ്ങനെയുള്ള ആളുകൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഏത് പക്ഷത്തു നിന്ന് ആയാലും ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നത് നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഒരിക്കലും നല്ല കാര്യം അല്ല. അതിനാൽ എപ്പോഴും സത്യത്തെ തേടുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ചാനലിൽ പറയുന്ന അവലോകനങ്ങളെയും വാർത്തകളെയും നിങ്ങൾക്ക് എപ്പോഴും തന്നെ വിശ്വസിക്കാം എന്ന് ഉറപ്പിച്ചുകൊള്ളൂ. ചിലപ്പോൾ ആർക്കും അബദ്ധങ്ങൾ പറ്റാം. എന്നാൽ കഴിയുന്നതും കാര്യങ്ങൾ വിശദമായി പഠിച്ച് ശരിയാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കി തെളിവുകളോടെ മാത്രമേ നമ്മുടെ ചാനൽ നിങ്ങളിലേക്ക് വാർത്തകളും അവലോകനങ്ങളും എത്തിക്കുകയുള്ളൂ. നിങ്ങൾ അതിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും വളരെ നന്ദി.